നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ബീഗത്തിൻ്റെ അപാരമായ ഊർജവും കഴിവും അവധ് രാജ്യത്തെ ഉണർത്തി, ഇളക്കി മറിച്ചു. അവർ ഞങ്ങൾക്കെതിരെ നിലയ്ക്കാത്ത യുദ്ധം ചെയ്തു. അൺഡൈങ് വാർ അവർ പ്രഖ്യാപിച്ചു. ഈ വരികൾ എഴുതപ്പെട്ടത് ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ചാണ്. എഴുതിയതാകട്ടെ വില്യം റസൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ മ്യൂട്ടിനി ഡയറിയിൽ. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതാകവാഹകരായി നിന്നവരിൽ, പ്രത്യേകിച്ചും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതാകവാഹകരായി നിന്നവരിൽ സുപ്രധാനമായ രീതിയിൽ പൊരുതി കരുത്തു തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ആ ചരിത്രം ഒരല്പം മങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. സാഹസികതയുടെ പര്യായമായ, അതോടൊപ്പം തന്നെ കടൽ പോലെ കരുണ, അങ്ങനെയെല്ലാം ഒരു സമൂഹത്തെ നയിച്ച ധീരവനിതയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം എന്ന് പറയുമ്പോൾ കലയും കലാപവും കലർന്ന ഒരു ജീവിതമായിരുന്നു. അവരുടെ ജീവിതത്തിൽ കലയുണ്ട്, അതോടൊപ്പം തന്നെ കലാപമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അവർ എന്നത് കൂടി നമ്മൾ സവിശേഷതയായി കാണേണ്ടതാണ്. അവധിലെ അവസാന നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ഒരു രാജ്യരക്തമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല അവർ, മറിച്ച് ഒരു അടിമയ്ക്ക് പിറന്ന, അടിമയായി ജീവിക്കേണ്ട, ഗണികകൾ പാട്ടും നൃത്തവും അഭ്യസിപ്പിച്ച അങ്ങനെയൊരു വ്യക്തിയായിരുന്നു ബീഗം എന്നത് കൂടി നമ്മൾ വലിയ ചിന്തകൾ ഉണർത്തുന്നതാണ്. 1820 അവധിലായിരുന്നു അവരുടെ ജന്മം. പിന്നീട് അവരുടെ സ്ഥാനപ്പേര് അവധിലെ ബീഗം എന്ന രീതിയിലേക്ക് അവരുടെ ആ സ്ഥാനപ്പേര് മാറുകയുണ്ടായി. ഒരു അടിമ എന്ന നിലയിൽ ജനിച്ച അവർ, അവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സമീപത്തുള്ള ഗണികമാർ അവരെ പാട്ടും നൃത്തവും പഠിപ്പിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ ഷായായിരുന്ന, അവസാന നവാബായിരുന്ന വാജിദ് അലി, അദ്ദേഹം കലയോട് വലിയ താല്പര്യം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു കഥക് കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അധികാരപരിധിക്കുള്ളിൽ ഇപ്രകാരമുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു. പല രീതിയിലുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ബീഗത്തിൻ്റെ കഴിവിൽ ആകൃഷ്ടനായി ബീഗം പിന്നീട് അന്തഃപുരത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് പടിപടിയായി വളർന്നുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം രാജ്ഞിയായി മാറുന്നത്. ഒരുപക്ഷെ അവധിനെ നയിക്കുവാൻ വേണ്ടി ആയിരിക്കാം അവരുടെ ജീവിത നിയോഗം എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അത്രയേറെ അവർ ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതുപോലെ തന്നെ യുദ്ധത്തിലും തിളങ്ങി എന്നാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അവർ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ ധീരതയ്ക്കും പേരുകേട്ട ഒരു വനിതയായി മാറി. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പോരാട്ടം അവർ നയിക്കുകയുണ്ടായി.
അവരുടെ ആദ്യകാല പേര് മുഹമ്മദി ഖാനു എന്നായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫൈസാബാദിലുള്ള അവധ് എന്ന നാട്ടുരാജ്യത്തിലായിരുന്നു അവരുടെ ജനനം. ആ കാലഘട്ടത്തിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്നൗ ഭരണാധികാരിയായ വാജിദ് അലി ഷാ മുഹമ്മദ് ഖാനുവിനെ രാജ്ഞിയാക്കി മാറ്റുകയാണ്. അവർക്കൊരു മകൻ ജനിച്ചു, ബിർജിത് ഖാദർ. അവൻ്റെ ജനനത്തോടുകൂടി ബീഗം എന്ന സ്ഥാനപ്പേര് അവർക്ക് ലഭിച്ചു. ബീഗം അസദ് മഹൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഘടികാലയത്തിൽ വളർന്ന ഒരു വ്യക്തിയെ ഇപ്രകാരം രാജ്ഞിയാക്കിയതിനെ സംബന്ധിച്ച് അമ്മ മഹാറാണിക്കും അതുപോലെ തന്നെ മറ്റ് റാണിമാർക്കും വലിയ എതിർപ്പുണ്ടായിരുന്നു. അവർ അസദിനെ പുച്ഛിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു, അവരെ പരിഹസിച്ചു. പക്ഷെ അതിലൊന്നും തളരാതെ തന്നെ അസദ് ശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 1856 ബ്രിട്ടീഷുകാർ അവധ് കീഴടക്കി. വാജിദ് അലി നാടുകടത്തപ്പെട്ടു. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചതി പ്രതീക്ഷിച്ചില്ല. ആ കാലഘട്ടം വരെ വളരെ സൗഹാർദ്ദത്തോടു കൂടിയായിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണകൂടവും അവധ് രാജ്യവും കഴിഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ, ഒരു സുപ്രധാന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തെ നാട് കടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരുടെ അഭാവത്തിൽ അവധ് രാജ്യത്തെ ശക്തിമത്തായി നയിക്കുകയും തൻ്റെ പ്രതികാരം, തൻ്റെ ഭർത്താവിനെ നാട് കടത്തിയതിൻ്റെ പ്രതികാരം ശക്തമായ രീതിയിൽ ബ്രിട്ടീഷുകാരോട് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അവർ തളർന്നിരുന്നില്ല. അവിടുത്തെ നവാബായ വാജിദ് അലിയെ നാട് കടത്തി കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർ കരഞ്ഞ് ദുഃഖാർത്തരായി നിൽക്കുന്ന ഘട്ടത്തിൽ അവർ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും തൻ്റെ ഭർത്താവിനെ നാട് കടത്തിയവർക്കെതിരെ അതിശക്തമായി പോരാട്ടം നടത്തണമെന്നും സ്വന്തം രാജ്യം, നഷ്ടപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ തിരിച്ചെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ഇച്ഛാശക്തി അവർ പുലർത്തുകയുണ്ടായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ ലൈലാൻഡ് സിംഗിനോടൊപ്പം ചേർന്ന് ലക്നൗ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കനത്ത യുദ്ധത്തിന് ശേഷം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു യുദ്ധതന്ത്രമാണ് അവർ അവലംബിക്കുകയുണ്ടായത്. അവരെ സംബന്ധിച്ച് ഒരു സ്ത്രീയായിരുന്നു. അവർ നിന്ന് യുദ്ധം നയിക്കുകയാണ്. തന്നെയുമല്ല, യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിൽ വലിയ നൈപുണ്യം അവർ കാട്ടി എന്നാണ് യാഥാർത്ഥ്യം. എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നതിൽ അവർ അതിസമർത്ഥയായിരുന്നു. അതോടൊപ്പം തന്നെ അവരെ സഹായിക്കുവാനുണ്ടായിരുന്നത്, അതിനുവേണ്ടി അവർ ഒരു വനിതാ ബറ്റാലിയനെ അവർ നിയോഗിക്കുകയുണ്ടായി. ആ വനിതാ ബറ്റാലിയൻ നേതാവായിരുന്നു ഉദാദേവി എന്ന് പറയുന്ന ഒരു വനിത. അവർ യഥാർത്ഥത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട, പാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ഒരു അടിമയായി ജനിച്ച ബീഗവും കാലങ്ങളായി ഒരു വംശം എന്ന രീതിയിൽ അടിമ വംശമായി നിലകൊള്ളുന്ന പാസി വിഭാഗവും, ഇതിൽ നിന്ന് വളർന്നു വന്ന രണ്ടുപേർ ഒത്തുചേരുകയും അധികാര കൊത്തളങ്ങളെ വെല്ലുവിളിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തന്നെ നിലംപരിശാക്കാൻ പറ്റുന്ന കഴിയുന്ന തരത്തിലുള്ള അതിശക്തമായ പോരാട്ടങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത കഥയാണ് പിന്നീട് പറയുവാനുള്ളത്. യഥാർത്ഥത്തിൽ അവർ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട വിജയം അവരോടൊപ്പം ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുപോലെ നിന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇരു കൂട്ടും കൂടി സംയോജിച്ചാണ് ബ്രിട്ടീഷ് പടയ്ക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ലക്നൗ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ലക്നൗ കീഴ്പ്പെടുത്തിയ ശേഷമാണ് ബീഗം അവധിൻ്റെ പിന്തുടർച്ചാവകാശിയായി തൻ്റെ മകനായ ബിർജിസിനെ അവരോധിക്കുന്നത്.
1852 നീണ്ട യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ലക്നൗ തിരിച്ചു പിടിക്കുകയാണ്. ബീഗത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തൊക്കെയാണെങ്കിലും അവർക്ക് ബീഗത്തോട് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ നടത്തുന്ന ഈ പോരാട്ടങ്ങളെ അത് അവർക്കെതിരായിട്ട് പോലും ബ്രിട്ടീഷുകാർ ആദരിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. അവർ നേപ്പാളിൽ അഭയം തേടി. ആദ്യം നേപ്പാൾ പ്രധാനമന്ത്രി അഭയം കൊടുക്കുവാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് നേപ്പാൾ പ്രധാനമന്ത്രി അവർക്ക് അഭയം കൊടുക്കുന്ന കാഴ്ചയാണ് കാണുകയുണ്ടായത്. ഉദാദേവിയാകട്ടെ തൻ്റെ ഭർത്താവ് മരണപ്പെട്ട സാഹചര്യത്തെ അതികഠിനമായി ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുകയും ഉദാദേവി കൊല്ലപ്പെടുകയും ചരിത്രമാണ് അവരുടേത്. എന്തായാലും ഇരു കൂട്ടരും കൂടി നടത്തിയ ആ ബ്രിട്ടീഷുകാരെ ആക്രമിച്ച് കീഴടക്കുന്ന ഘട്ടത്തിലും അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുടെ കീഴടങ്ങുന്ന ഘട്ടത്തിലും ഒക്കെ തന്നെ ഇവർ ജീവൻ വെടിഞ്ഞും അവർ ഒരിക്കലും ബ്രിട്ടീഷ് ഭരണകൂടത്തെ അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നേപ്പാളിലേക്ക് പലായനം ചെയ്യുകയുണ്ടായത്. ഇവരുടെ ധീരത കണ്ട ബ്രിട്ടീഷുകാർ റീജൻസിയായി ഇരുന്നുകൊണ്ട് ഭരണം നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള തുക അവർക്ക് വാഗ്ദാനം ചെയ്തുവെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത്, അല്ലാതെ നിങ്ങൾക്കനുസൃതമായ രീതിയിലുള്ള താളം തുള്ളുന്ന ഒരു പാവ ഗവൺമെൻറ്റായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർ ബ്രിട്ടീഷുകാരുടെ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു. ഒരിക്കലും അവർ ആ വാഗ്ദാനത്തിൽ ആകൃഷ്ടയായില്ല. അതാണ് ആ രക്തത്തിൻ്റെ ശ്രദ്ധേയമായ രീതി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ട, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അടിമയായി വളരുകയും പിന്നീട് പടിപടിയായി വളർന്നുകൊണ്ട് തൻ്റെ കഴിവുകൊണ്ട് മാത്രം അവർ വളർന്ന് പിന്നീട് രാജ്ഞിയായി മാറുകയും ചെയ്ത ഒരു ചരിത്രം ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു ചരിത്രമാണിത്. ഝാൻസി റാണി അടക്കമുള്ള ആളുകൾ അവർ വളർന്നത് ഈ പശ്ചാത്തലത്തിലായിരുന്നില്ല, മറിച്ച് ഇവരുടെ പശ്ചാത്തലം നമ്മെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുന്നതുമാണ്. അവിടെ നിന്നാണ് അവർ കയറി വന്നത് എന്നിടത്താണ് അവരെ സംബന്ധിച്ച് അവരുടെ മികവ് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടത്. എന്തായാലും അവരെ മരണം 1879 ഏപ്രിൽ 7 നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ വെച്ചാണ് അവർ മരണപ്പെടുകയുണ്ടായത്. അവിടെയും അവർ അറിയപ്പെടുന്ന അവധിലെ ബീഗം എന്ന് തന്നെയായിരുന്നു. അവരെ സംബന്ധിച്ച് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ സെൻട്രൽ പാർക്കിലാണ് ബീഗം നസറത്ത് മഹലിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അത് വലിയൊരു ആദരവ് അറിയിക്കപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ മരണാനന്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സംഭാവനകൾ കണക്കിലെടുത്ത് 1962 ഓഗസ്റ്റ് 15 അവരെ ആദരിക്കുകയുണ്ടായി. 1984 മെയ് 10 ബീഗത്തിൻ്റെ സ്മരണാർത്ഥം ഭാരത് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം അവരെ ആദരിച്ചു എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരറിയിക്കുന്ന തരത്തിലുള്ളൊരു ആദരവ് അവർക്ക് ലഭിക്കുകയുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഇന്നും ബീഗത്തെക്കുറിച്ച് അറിയാത്തവരായി ഒട്ടേറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്രകാരം ഒരു കഥാപാത്രം കടന്നുപോയ വഴികളെക്കുറിച്ച് നമ്മൾ പലരും അജ്ഞാതരാണ്. ഝാൻസി റാണിയെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും ബീഗത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ താരതമ്യേന കുറവാണ് എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. ഇവരുടെ ചരിത്രം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് എന്താണ് അവധ് രാജ്യം എന്നുള്ളത്. ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൻ്റെ മധ്യഭാഗത്തെ ഒരു പ്രദേശമാണ് അവധ് എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് സാഹിത്യത്തിൽ ഔദ് എന്നും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു സംഗതി, സ്വാതന്ത്ര്യത്തിന് മുന്നേ യുണൈറ്റഡ് പ്രൊവിൻസസ് ഓഫ് ആഗ്ര ആൻഡ് ഔദ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ഉത്തർപ്രദേശ് അറിയപ്പെട്ടിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ. അപ്പോൾ ഔദിൻ്റെ പ്രാധാന്യമായി നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. ഔദിൻ്റെ പാരമ്പര്യ തലസ്ഥാനം ലക്നൗ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു രീതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഉത്തർപ്രദേശിലെ ജില്ലകളായിട്ടുള്ള അംബേദ്കർ നഗർ, ബറൈച്ച്, ബൽറാംപൂർ, ബാരാബങ്കി, ഫൈസാബാദ്, ഗോണ്ട, ഹർദോയ്, ലഖിംപൂർ ഖേരി, ലക്നൗ, പ്രതാപ്ഗഡ്, റായ്ബറേലി, ശ്രാവസ്തി, സീതാപൂർ,
സുൽത്താൻപൂർ, യുന്നോ, ഈ പ്രദേശങ്ങളെല്ലാം ഒത്തുചേർന്ന പ്രദേശമാണ് അന്നത്തെ അവധായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രദേശത്തിൻ്റെ വലിപ്പം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ലക്നൗ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ സമ്പത്തിൻ്റെ കേന്ദ്രമായിട്ട്, അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അവിടേക്ക് ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയുണ്ടായത്. ബീഗത്തിൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കലയിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭരണം എങ്ങനെ കൊണ്ടുപോകുമെന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അദ്ദേഹത്തിന് പരാജയങ്ങളുണ്ടായിരുന്നു. ആ പരാജയം മുതലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ നാട് കടത്തുന്നത് എന്നുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അവിടെ നിന്ന് ഉയർന്നു വന്നുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെ പോരാട്ടത്തിൻ്റെ ചിറക് മുളപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയും സൈന്യത്തിനെതിരെ നടത്തുകയും അതിൽ നിർണായകമായ വിജയം നേടുകയും തിരിച്ചുള്ള ആക്രമണത്തിൽ ദീർഘകാലം പോരാടുകയും ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ വിഭ്രമിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു ബീഗം നസ്രത്ത് മഹൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അടിമയായി വളർന്നു വന്നുകൊണ്ട് ചക്രവർത്തിനിയായി മാറുന്ന ആ തലത്തിലേക്ക് അവരുടെ ജീവിതം പടർന്ന് പന്തലിച്ച് കിടക്കുന്നു എന്നതുകൂടി ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അവരുടെ ഇപ്രകാരമുള്ള ധീരമായ ഒരു ഇടപെടലില്ലെങ്കിൽ ഒരുപക്ഷെ അവർ ഘടികാലയത്തിൽ അവരുടെ ജീവിതം അവസാനിക്കുമായിരുന്നു. അവിടെ നിന്ന് കയറി വന്നുകൊണ്ടാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കേണ്ട, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട, നമ്മളെ പ്രചോദിതരാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സമ്പൂർണ്ണമായിട്ടുള്ള വിജയങ്ങൾ നേടിയ യുദ്ധം അവരുടേതായിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്രിട്ടീഷുകാർ പോലും അമ്പരപ്പോടുകൂടിയാണ് അവർ ഇവരെ കാണുകയുണ്ടായത്. അവരുടെ യുദ്ധ ശ്രമങ്ങളോടൊപ്പം തന്നെ നാനാ സാഹിബുമായും അതുപോലെ തന്നെ ഫൈസാബാദിലെ മൗലയുമായും ഒക്കെ ചേർന്ന് അവർ പ്രവർത്തിക്കുകയുണ്ടായി. അവരെ സംബന്ധിച്ച് മതപരമായ ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. സർവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രത്തിൻ്റെ മികവ്, അതിനുവേണ്ടിയുള്ള പോരാട്ട വീര്യം ഉൾക്കൊള്ളിക്കുക എന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട അവരുടെ കാഴ്ചപ്പാട്. ആ രീതിയിലാണ് അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ സുഖ സൗകര്യങ്ങളിലൂടെ കടന്നു പോകാവുന്ന ഒരവസ്ഥയുണ്ടായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രം പിടിക്കേണ്ടതിൻ്റെയോ അനിവാര്യത ഇല്ലാതെ ഇരുന്നാൽ പോലും സുഖകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് അവർ അതിശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുത്തത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. പലപ്പോഴും നമ്മുടെ ആളുകളുടെ പ്രധാന സവിശേഷത ബന്ധുര കാഞ്ചന കൂട്ടിലായാൽ മതി, അവിടെ ബന്ധനം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, തൻ്റെ കാര്യങ്ങൾ ശരിയായി നിർവഹിക്കപ്പെടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളൊന്നും തന്നെ ആത്മാഭിമാനമോ ഒന്നും വിഷയമല്ലാത്ത ഒരു ജനസമൂഹമാണ് നമ്മുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ബീഗത്തെക്കുറിച്ച് ഓർക്കുന്നത് രസകരമായിരിക്കും, ഗുണകരമായിരിക്കും, ചിന്താപരമായിരിക്കും. അതിൻ്റെ കാരണം സ്വന്തം നാടിന് വേണ്ടിയും സ്വന്തം ജീവന് വേണ്ടിയും സ്വന്തം അഭിമാനത്തിന് വേണ്ടി അതിശക്തമായി അതിശക്തമായി പോരാടിയ വ്യക്തിത്വമായിരുന്നു അവർ. നമ്മളുടെ ആളുകൾ ഇന്ന് സ്വന്തം അഭിമാനത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പ്രയാണത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ല അവർ എന്നത് കൂടി നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്തായാലും അവധിലെ ബീഗം, അവർ ആ സ്ഥാനപ്പേര് സമ്പൂർണ്ണമായും അറിയിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രതിപാദിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് ബീഗത്തിൻ്റേത്. അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കൂടുതൽ തിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു ആട്ടക്കാരിൽ നിന്ന് ആ രീതിയിൽ പുച്ഛിക്കപ്പെട്ട അവർ പടക്കളത്തിൽ കൊടുങ്കാറ്റായിട്ടാണ് അവർ പോരാടുകയുണ്ടായത്. അവരെ സംബന്ധിച്ച് ദളിതെന്നോ ബ്രാഹ്മണനെന്നോ ഒരു വേർതിരിച്ച കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ സംബന്ധിച്ച് മതപരമായ ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നൊരൊറ്റ വികാരം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിയറ വയ്ക്കുവാൻ തങ്ങൾ തയ്യാറില്ലെന്നും അപ്രകാരം അടിയറ വയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണമെന്നുള്ള അതിശക്തമായിട്ടുള്ള ചിന്ത
അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനനുസരിച്ച് പൊതുജനങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾ തുറക്കുകയും ബ്രിട്ടീഷുകാരെ പല മേഖലകളിലും തകർക്കുകയും ചെയ്ത ആ ബീഗം നമ്മുടെ മനസ്സിൽ ചിരസ്മരണയായിരിക്കട്ടെ എന്ന് നമ്മൾ കാണേണ്ടതാണ്. അപ്രകാരമുള്ള ധീര വനിതകളാണ് ഇനിയും ഭാരതത്തെ നയിക്കേണ്ടതുള്ളത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.